ഏതൊരാൾക്കും തുടക്കത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. എന്നാൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചാൽ ഏതൊരു ചെറിയ കാര്യവും നമുക്ക് ചെയ്യാൻ കഴിയും. ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ ചെയ്തു തീർത്തില്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു ലഭിക്കാത്ത വിലപ്പെട്ട സമയമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്ന് ഓർക്കണം. ജന്മം കൊണ്ട് സൗന്ദര്യം നേടാത്തത് മനുഷ്യൻ്റെ തെറ്റല്ല. സ്വഭാവം കൊണ്ടും വ്യക്തിത്വം കൊണ്ടും സുന്ദരനാകാത്തത് മനുഷ്യൻ്റെ മാത്രം തെറ്റാണ്. പ്രതീക്ഷയാണ് ജീവിതം. ഏത് സാഹചര്യത്തിലും എല്ലാം ശരിയാകും എന്ന വിശ്വാസത്തോടെ ജീവിക്കുക. നമുക്ക് ലഭിച്ചിട്ടുള്ള ചെറിയ ചെറിയ അനുഗ്രഹങ്ങളിൽ പോലും നന്ദിയുള്ളവരായിരിക്കുക. നമുക്ക് എന്തൊക്കെ ഇല്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്തൊക്കെയുണ്ട് എന്ന് ചിന്തിക്കുക. അപ്പോൾ ഹൃദയം അസ്വസ്ഥമാവുകയില്ല. ഭാവിയെ ഒരുപക്ഷെ നിങ്ങൾക്ക് തിരുത്തി എഴുതാൻ ആയെന്ന് വരില്ല. എന്നാൽ നിങ്ങളുടെ ശീലങ്ങളെ തിരുത്താം, അതിലൂടെ ഭാവിയെയും. കിട്ടാത്തതിൻ്റെ പിന്നാലെ പോയാൽ അത് അകന്നു പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് അനിവാര്യമായത് സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. മറ്റുള്ളവരുടെ തെറ്റും മനസ്സിനേറ്റ മുറിവുകളും വെറുപ്പും പ്രതികാരവുമൊക്കെ ചിന്തിച്ചിരുന്നാൽ ഭംഗിയായി ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയില്ല. ഒരിക്കലും സന്തോഷവും ഉണ്ടാകില്ല. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും അവഗണിക്കരുത്. കാരണം കല്ലുകൾ ശേഖരിക്കുമ്പോൾ വജ്രമാണ് നഷ്ടപ്പെട്ടത് എന്ന് ഒരു ദിവസം നിങ്ങൾ മനസ്സിലാക്കും. സ്വയം അംഗീകരിക്കുക, സ്വയം ബഹുമാനിക്കുക, സ്വയം സ്നേഹിക്കുക. കാരണം നിങ്ങളെക്കാൾ നന്നായി നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ ഇവിടെ മറ്റാരുമില്ല. തെറ്റുകൾ പറ്റുമ്പോൾ പഴിക്കാൻ ഒരുപാട് പേരുണ്ടാകും. എന്നാൽ അവരാരും തന്നെ അതിൽ നിന്നും കരകയറാനുള്ള ഊർജം നൽകില്ല. അത് നമ്മൾ തന്നെ കണ്ടെത്തുകയേ മാർഗമുള്ളൂ. ആലോചിച്ച് മാത്രം ജീവിതത്തിൽ ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുക. പുറത്തു നിന്നുള്ള ഒരു ശക്തിയാൽ മുട്ട പൊട്ടിയാൽ ജീവിതം അവസാനിക്കും. അകത്തെ ശക്തിയാൽ പൊട്ടിയാൽ ജീവിതം തുടങ്ങും. മഹത്തായ കാര്യങ്ങൾ എല്ലായ്പ്പോഴും ഉള്ളിൽ നിന്നാണ് തുടങ്ങുന്നത്. വിട്ടുപോകാൻ നിർബന്ധം പിടിക്കുന്നവരെ പിടിച്ചു നിർത്താതെ സ്വതന്ത്രമാക്കി വിടുന്നതിലാണ് നിങ്ങളുടെ മഹത്വം. നിങ്ങൾ ലോകത്തിന് എന്താണോ കൊടുക്കുന്നത് അത്രമാത്രമേ ലോകവും നിങ്ങൾക്ക് തിരിച്ചു തരികയുള്ളൂ. അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളും തീരുമാനങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരു സാഹചര്യത്തിലും പ്രതീക്ഷ കൈവിടരുത്. കാരണം രാത്രിയിലെ ഇരുട്ട് പകലിൻ്റെ വെളിച്ചത്തിന് വഴി മാറുക തന്നെ ചെയ്യും. എത്ര വലിയ സിംഹാസനത്തിൽ എത്തിയാലും ഞാൻ എന്ന ഭാവത്തെ കൂട്ടുപിടിച്ചാൽ അവിടെ നിന്ന് വിനയത്തോടൊപ്പം വിജയവും പിന്മാറും. ജീവിതത്തിലെ നേട്ടങ്ങൾ മാത്രം വിലയിരുത്തുകയാണെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും സംതൃപ്തനായിരിക്കും. എന്നാൽ ജീവിതത്തിൽ ഇല്ലാത്തതിനെ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും മതിയാകില്ല. സ്വന്തം മനസ്സിൻ്റെ മനോഭാവം അനുസരിച്ചായിരിക്കും നമ്മൾ കാണുന്ന കാഴ്ചകളുടെ ഭംഗി. നമ്മുടെ ലോകം സ്വയം കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ കർമ്മമാണ്. അതിനുവേണ്ടി നമ്മളെ സമർപ്പിക്കുക എന്നത് ധർമ്മവും. മറ്റുള്ളവരുടെ അഭിപ്രായത്തേക്കാൾ സ്വന്തം മനസ്സമാധാനത്തിന് പ്രാധാന്യം നൽകുക. അവഗണിക്കുന്നവരെ പിന്തുടരാതിരിക്കുക. കാരണം നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമായിരുന്നുവെങ്കിൽ ഒരിക്കലും അവർ നിങ്ങളെ അവഗണിക്കില്ലായിരുന്നു.